ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഇത് തിരിച്ചുവരവിൻ്റെ സമയമാണെന്ന് തോന്നുന്നു. കാരണം അവിടെ മുംബൈ ജയിക്കുന്നു, സൺറൈസേഴ്സ് ജയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതാ ചെന്നൈയും വിജയം കണ്ടെത്തുകയാണ്. മികച്ച രീതിയിൽ തന്നെയാണ് ചെന്നൈ ഒരു മാച്ച് ഫിനിഷ് ചെയ്ത് ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ LSGക്ക് ഇടയ്ക്ക് ഒരു ബാറ്റിംഗ് തകർച്ച ഉണ്ടായാലും ഋഷഭ് പന്തിൻ്റെ മനോഹരമായിട്ട് ഇന്നിങ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LSG രക്ഷിക്കായിരുന്നു. മനോഹരമായിട്ടൊരു സ്കോറിലേക്ക് അവരെ എത്തിക്കാൻ സഹായിച്ചു. 166-7 എന്ന നിലയിലായിരുന്നു LSG നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ലൊരു സ്റ്റാർട്ടിങ് മാർക്കറ്റിന് കൊടുക്കാൻ സാധിച്ചില്ല. മാർഷിനും ഒരു ബിഗ് ഇന്നിങ്സ് കളിക്കാൻ സാധിച്ചില്ല. 30 റണ്ണിൽ അദ്ദേഹം ഔട്ടായിരുന്നു. അതിനുശേഷം വന്ന മിസ്റ്റർ കൺസിസ്റ്റന്റ് ആയിട്ട് LSGയുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം വരുന്ന പേരായിരുന്നു നിക്കോളാസ് പൂരൻ. പക്ഷേ പൂരൻ ഇന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. അവിടെ പൂരൻ്റെ വിക്കറ്റ് അൻഷുൽ കമ്പോജ് എടുക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചു പോയിക്കൊണ്ടിരുന്ന ഋഷഭ് പന്തിനെ സംബന്ധിച്ച് നല്ലൊരു കമ്പാക്ക് നടത്താൻ പറ്റിയ മത്സരമായിരുന്നു. 49 ബോളിൽ നിന്ന് 63 റൺസ് ആ ഒരു വിക്കറ്റ് ലോസ് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് മനോഹരമായ ഇന്നിങ്സ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ആയുഷ് ബഡോണിയും അതോടൊപ്പം തന്നെ സമതിൻ്റെ നല്ല ഇന്നിങ്സുകളാണ് ഈ ഒരു സ്കോർ അവിടെ കൊണ്ടെത്തിക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ചേസിന് പോയ സൂപ്പർ കിങ്സിന് പതിവിൽ കാണാത്ത രീതിയിലുള്ള ഇന്റന്റ് പവർ പ്ലേയിൽ കാണാൻ സാധിച്ചു. 19 ബോളിൽ 27 റണ്ണായിട്ട് ഷെയ്ഖ് ഹസീദും അതോടൊപ്പം തന്നെ 22 ബോളിൽ 37 റൺസുമായിട്ട് അവിടെ രജിൻ രവീന്ദ്രയും നല്ലൊരു ഇന്നിങ്സ് തന്നെയാണ്. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ചെന്നൈക്ക് ഇങ്ങനെ ഒരു സ്കോർ ചേസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാഹുൽ ത്രിപാഠി ആസ് യൂഷ്വൽ ഇന്നും സങ്കടപ്പെടുത്തിയെന്ന് തന്നെ പറയണം. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് അത്ര അടിപൊളിയായിരുന്നില്ല. 10 ബോളിൽ 9 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. ജഡേജയുടെയും ഒരു സ്ലോ ഇന്നിങ്സ് ആയിരുന്നു. 11 ബോളിൽ 7 റണ്ണ്. അതിനുശേഷം വന്ന നോക്കുകയാണെങ്കിൽ ശിവൻ ദൂബെ അതോടൊപ്പം തന്നെ MS ധോണി കൂട്ടുകെട്ടാണ് ഈ ഒരു മാച്ച് ഫിനിഷ് ചെയ്യാൻ സഹായിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ട് ഇന്നിങ്സ് ആയിരുന്നു. ആദ്യം ഒന്ന് ഹോൾഡ് ഓൺ ചെയ്ത് കളിച്ചിട്ടാണ് ശിവൻ ദൂബെ കളിച്ചു തുടങ്ങിയത്. എന്നാൽ ധോണിക്ക് അത്രമാത്രം സമയം എടുക്കേണ്ടി വന്നില്ല. ആ ഒരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു സ്കോറൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് പാർട്ണർഷിപ്പിൽ ഇവരുടെ ഒരു പാർട്ണർഷിപ്പിൽ വിജയിക്കാൻ സാധിക്കുന്നുള്ള ഉറപ്പായിരുന്നു. എന്തായാലും ചെന്നൈയും അങ്ങനെ വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. പോയിന്റ് ടേബിളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം നെറ്റ് റൺ റേറ്റിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ചെന്നൈക്ക് പരിതാപകരമായ നെറ്റ് റൺ റേറ്റ് ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വിജയം പക്ഷേ അടുത്ത മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണുന്നത്. പൊട്ടൻഷ്യൽ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മിഡിൽ ഓർഡർ അത്ര സ്റ്റേബിൾ അല്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്കോർ ആയതുകൊണ്ടാണ് ചേസ് ചെയ്തപ്പെട്ട പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം 166 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ കണ്ടറിയണം എന്താണ് ചെന്നൈയുടെ പ്ലാനുകൾ എന്നുള്ളത്. ഇപ്പോഴും ആ മിഡിൽ ഓർഡറിൽ സ്റ്റെബിലിറ്റി കുറവുണ്ട്. രാഹുൽ ത്രിപാഠി അല്ലെങ്കിൽ ജഡേജ അതോടൊപ്പം തന്നെ വിജയ് ശങ്കർ ഇങ്ങനെയുള്ള ഓപ്ഷനുകളെ ഇവർക്കുള്ളൂ. അത് വെച്ച് എത്രത്തോളം ഫ്രണ്ടിലേക്ക് പോകാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ വെച്ചാൽ കമൻറ്റ് രേഖപ്പെടുത്തി. ബൈ ബൈ ഗൈസ്.